ഞാൻ വിശ്വാസിയും പാരമ്പര്യവാദിയും ഒക്കെയാണ്. നിങ്ങൾ പുരോഗമനവാദവും ലിബറലും ഒക്കെ ആയിക്കോളൂ, ഞങ്ങൾ ഒരുപാട് വേറെ വിശ്വാസികളും ഇല്ലേ. ഇനി ഒരു കാര്യം കൂടെ, കുംഭമേള അടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു, സമാധി പോലുള്ള മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞു. മാഡം, ഈ സമാധിയിലൊക്കെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. മൃദുല മാഡത്തെ ഇതിലൊന്നും വിശ്വസിക്കാൻ ആരും നിർബന്ധിച്ചില്ലല്ലോ. ഞങ്ങളെല്ലാം ഇത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് മാഡം അടക്കമുള്ളവർ ഓർക്കേണ്ടത്, ഈ കുംഭമേള എന്ന് പറയുന്ന കാര്യത്തെ പല ആൾക്കാരും വിമർശിക്കാൻ ഉപയോഗിക്കുന്ന ഐഫോൺ യഥാർത്ഥത്തിൽ കണ്ടുപിടിച്ചത് ഈ കുംഭമേളയുടെ ആരാധകനായ സ്റ്റീവ് ജോബ്സ് ആണ്. അദ്ദേഹത്തിന്റെ ഭാര്യ പോലും ഇത്തവണ കുംഭമേളയ്ക്ക് വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ ഐഫോണിൽ ഇരുന്ന് ടെക്നോളജി പഠിച്ച് വലിയ പുരോഗമനമാണെന്ന് പറഞ്ഞ് കുംഭമേളയ്ക്കെതിരെ കമന്റ് എഴുതുന്നവർ ആ കുംഭമേളയുടെ ആരാധകനായ, ഹിന്ദു സംസ്കാരത്തിന്റെ ആരാധകനായ സ്റ്റീവ് ജോബ്സിന്റെ ഒരു കണ്ടെത്തലിലാണ് ഇതെല്ലാം ചെയ്യുന്നതെന്നും കൂടി മറക്കാതിരുന്നാൽ മതി. അപ്പൊ നമുക്ക് നമ്മുടേതായ ഗുണങ്ങളുണ്ട്, എന്നാൽ ജാതീയത അടക്കമുള്ള തെറ്റുകൾ നമ്മുടെ ഉണ്ടായിട്ടുണ്ട്. രാഹുൽ ഈശ്വർ പറഞ്ഞൊരു കാര്യത്തിനകത്തുകൂടി എനിക്ക് മറുപടി പറയേണ്ടതുണ്ട്. അതായത് ഇപ്പൊ കുംഭമേള പോലെയുള്ള സ്ഥലത്ത് സ്റ്റീവ് ജോബ്സ് വരുന്നു, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റിന്റെ ആള് വരുന്നു, അല്ലെങ്കിൽ ഏതൊരു അന്ധവിശ്വാസിക്കും പങ്കെടുക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ് കുംഭമേള എന്നുള്ളത്. കുംഭമേളയുടെ പഴയ പർപ്പസ് എന്നൊക്കെ പറയുന്നത് അസ്ട്രോളജിക്കൽ ആയിട്ടുള്ള പല ഒബ്സർവേഷനൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ ഭൂമിയുടെ പ്രിസഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യാനായിട്ട് അവിടെ കുറച്ച് ജ്യോതിശാസ്ത്രജ്ഞർ വരുമായിരുന്നു. അന്ന് ആ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പിൽക്കാലത്ത് പൂർണ്ണമായിട്ടും അത് മറ്റു കാര്യങ്ങളിലേക്ക് പോയത്. ഇപ്പൊ സ്റ്റീവ് ജോബ്സിന്റെ ഒക്കെ കാര്യം എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാൻസർ ചികിത്സയുടെ കാര്യത്തിൽ പോലും അദ്ദേഹം ഒരുപാട് അശാസ്ത്രീയമായ ചികിത്സ ചെയ്യുന്ന ഒരാളാണ്. ഹൈഡ്രോതെറാപ്പി, അക്യൂപങ്ചർ ഒക്കെ പോലെയുള്ള പല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം 2004 പുള്ളി സർജറി കഴിഞ്ഞിട്ടാണ് ഇന്ന് ഈ പറഞ്ഞ കുംഭമേള കാണാനായിട്ട് ഇങ്ങോട്ട് എത്തിയത്. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമില്ല. അപ്പൊ അവിടുന്ന് സന്യാസിമാർ വരുന്നു, അത് അത്ര വലിയ ആനക്കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാര്യം എല്ലാ കാര്യത്തിലും നമുക്കൊരു പ്രിഫറൻസ് ഉണ്ട്. കുംഭമേളയെക്കാളും ഇവിടെ ഒരു വലിയ സ്പെക്ടക്കിൾ നടക്കുന്നു എന്ന് കണ്ടതുകൊണ്ടാണ് ആ സന്യാസിമാർ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് പക്ഷെ കുംഭമേളയുടെ മഹത്തരമായ സാഹചര്യം പോലും ഉപേക്ഷിച്ച് അത്രയും പവിത്രമായ ഇടത്ത് നിന്ന് ഇവിടെ സന്യാസിമാർക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സന്യാസിമാരുടെ നന്മയാണ്. അതായത് ലോകത്ത് 40 കോടിയോളം ജനങ്ങളാണ് ഈ കുംഭമേളയ്ക്ക് എത്തുന്നത്. അമേരിക്കയുടെ ടോട്ടൽ ജനസംഖ്യയെക്കാട്ടി കൂടുതലാണ്. യൂറോപ്പിന്റെ ജനസംഖ്യയോളം വരുന്ന ജനങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ ഇവിടെ വരുന്നത് ഒരു മഹത്തരമായ സ്പെക്ടക്കിളാണ്. അവരെ എല്ലാം അന്ധവിശ്വാസം എന്നൊക്കെ വിളിക്കുന്ന എന്ത് അനീതിയാണ്. അപ്പൊ എന്ത് നന്മയില്ലായ്മയാണ്. ഇപ്പൊ ഈ നിരീശ്വരവാദികൾ ലോകത്തിലെ ഏറ്റവും വലിയ യുക്തിവാദി സമ്മേളനം, നിരീശ്വരവാദ സമ്മേളനം കേരളത്തിൽ നടത്തി എന്ന് പറഞ്ഞു. വളരെ നല്ലതല്ലേ? അവരുടെ താല്പര്യം തീർച്ചയായിട്ടും അവർക്ക് നടത്താൻ കഴിയും. അപ്പൊ അവർക്ക് സമ്മേളനങ്ങൾ നടത്തുന്നതിന് വിരോധമൊന്നും ഇല്ലല്ലോ. അതേപോലെ വിശ്വാസികൾ സമ്മേളനം നടത്തിക്കൂടെ? നിരീശ്വരവാദികളുടെ മാത്രം സമ്മേളനം നടത്താവോ? നിരീശ്വരവാദികളുടെ സമ്മേളനം നടത്തുമ്പോൾ ഞങ്ങൾ ആരെങ്കിലും ഒരു മോശമാണെന്ന് പറഞ്ഞു? അന്ധവിശ്വാസമാണെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നിങ്ങളുടെ നിരീശ്വരവാദം പൊട്ടത്തരമാണ്. നിങ്ങളുടെ നിരീശ്വരവാദം യാതൊരു അടിസ്ഥാനമില്ലാത്ത ബാക്കിയുള്ളവരെ അപമാനിക്കുന്നതിൽ അത്രേ ഉള്ളൂ. അപ്പൊ ഇത് നമ്മൾ പറയൂല, ഞങ്ങൾ വിശ്വാസികൾ പറയില്ല. കാര്യം ഞങ്ങൾ ചാർവാകനെയും ബഹുമാനിക്കുന്നവരാണ്, നിരീശ്വരവാദത്തെ ബഹുമാനിക്കുന്നവരാണ്. ഹിന്ദുത്വത്തിന്റെ പിതാവ് വീര സാവർക്കർ പോലും എത്തീസ്റ്റ് ആയിരുന്നു. നമുക്കൊരു ചിന്താധാരയെയും കുറിച്ചും അപമാനമില്ല. നിരീശ്വരവാദത്തെ ബഹുമാനത്തോടെ പഠിപ്പിച്ചിരുന്ന കാന്തല്ലൂർ ശാല ഉണ്ടായിരുന്ന നാടാണ്. ഒരു വരി പറയാം. അതായത് കാന്തല്ലൂർ ശാലയിൽ രാവിലെ വിളക്ക് തിരിച്ച് ദൈവത്തെ പ്രാർത്ഥിച്ച് നിരീശ്വരവാദം പഠിപ്പിക്കുക വരെ ചെയ്തിരുന്നു. ആസ് എ മാറ്റർ ഓഫ് ഡിസിപ്ലിൻ, ഒരു ഡിസിപ്ലിൻ എന്ന രീതിയിൽ. ഇവിടെ എന്താണ് കാര്യം? ഈ ശാസ്ത്രീയമായി തെളിയിക്കേണ്ട കാര്യങ്ങൾ അവിടെ അത് വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. അതായത് ഒരു കാര്യം അത് പറയേണ്ടതുണ്ട് കേട്ടോ. അതായത് ഒരു മിനിറ്റ്, ഈ നിരീശ്വരവാദം പഠിപ്പിക്കാനായിട്ട് വിളക്ക് തിരിയിട്ട് കൊളുത്തി പഠിപ്പിക്കുന്ന കാന്തല്ലൂർ ശാലയെ പറ്റിയാണ് പറയുന്നത്. അപ്പോ അതിൽ തന്നെ മനസ്സിലായിക്കൂടെ? അതായത് വിളക്ക് കത്തിച്ച് പഠിപ്പിക്കുന്ന നിരീശ്വരവാദം പഠിപ്പിക്കുന്ന സ്ഥലത്തെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം വേറെ എന്തോ ആണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. ഇതിനകത്ത് തന്നെ നേരത്തെ അദ്ദേഹം പറഞ്ഞതിനകത്ത് ഒരു പ്രശ്നമുണ്ട്. അതായത് ഈ പബ്ലിക് മൊറാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടാണ് ഈ കേട്ടില്ലായിരുന്നു. അത് വീണ്ടും ബാനർ ഉണ്ടല്ലോ, നിങ്ങളുടെ എസെൻസിന്റെ ബാനറിൽ ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദ സമ്മേളനം ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് വലുതായിട്ട് എഴുതിയിട്ടില്ലേ? അതിപ്പോലും ദൈവമുണ്ട്. ആ ദൈവത്തെ ഉപേക്ഷിച്ച് നിങ്ങൾക്ക് പോകാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അതായത് അതിനകത്ത് സർക്കാസം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ദൈവത്തിന്റെ സ്വന്തം നാടെന്നുള്ളതാണ് ഈ നാട്ടിൽ. മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. ശാസ്ത്രീയമായ തെളിവുകൾ അല്ലെങ്കിൽ പോലീസ് അന്വേഷണം, ഇനി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആയിരിക്കുമല്ലോ ഇവിടെയൊക്കെ ഇനി പ്രധാനമായി മാറുക. മറ്റു കാര്യങ്ങളുമായി ഇതിനെ കൂട്ടിയോജിപ്പിക്കേണ്ടതുണ്ടോ? മാഡം ഒരു സെക്കൻഡ്. ലോകത്തിലെ ഏറ്റവും വലിയ വിശ്വാസികളുടെ സംഗമമായ കുംഭമേളയെ അങ്ങനെ അന്ധവിശ്വാസം എന്ന് വിളിച്ചോണ്ട് അവരോട് പറയുന്നത്. നിങ്ങളല്ല എത്ര തലകുത്തി കിടന്നാലും കേരളം എന്നും ദൈവത്തിന്റെ സ്വന്തം നാടായിരിക്കും. ഇല്ലെങ്കിൽ റിച്ചാർഡ് ഡോക്കിൻസ് പോലും ഒന്ന് ആലോചിച്ചപ്പം കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം ആലോചിക്കുമ്പോൾ
വിളിച്ചതാണ്, ശീലം വെച്ച് വിളിച്ചതാണ്, ഇല്ലെന്നൊന്നും പറയുന്നില്ല. ആ രീതിയിൽ ദൈവവിശ്വാസികൾ തന്നെയാണ് എന്നും കൂടുതൽ. ഈ രാഹുലിനുള്ള ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് റിച്ചാർഡ് ഡോക്കിൻസോ അല്ലെങ്കിൽ സ്റ്റീവ് ജോബ്സോ ഇവരെയൊക്കെ പറയുന്നതിനനുസരിച്ചിട്ടാണ് ഇവിടുത്തെ നാസ്തികരും അല്ലെങ്കിൽ ശാസ്ത്രം പറയുന്നവരും പറയുന്നതെന്നുള്ള ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് രാഹുൽ സംസാരിക്കുന്നത്. അങ്ങനെയല്ല. ഇതിനകത്ത് പൊന്നു തമ്പുരാക്കന്മാരില്ല എന്നുള്ളതാണ് നാസ്തികതയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതിനകത്ത് അല്ല, ഇതിനകത്ത് ഒരു കാര്യം കൂടെ പറഞ്ഞു അവസാനിപ്പിച്ചത്. ഏതെങ്കിലും രീതിയിൽ ഭയമുണ്ടോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരാൻ പോകുന്നതിനെ എങ്ങനെയാണ് കാണുന്നത്? കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട.